ആത്മവിദ്യാലയമേ അവനീലാത്മവിദ്യാലയമേ. വേഗം കൂടെ സ്കൂളിൽ പോയതായിരുന്നു മാസേ. സ്കൂളിൽ പോയാലും അന്നേരം ആളുള്ള മാഷ് എന്നെ കയറ്റുന്നില്ല. ഞാൻ എനിക്ക് പഠിക്കണേ, ഞാൻ അങ്ങനെ വന്നാ മാഷ് ഇങ്ങനത്തെ ചോന്ന മുഴുവൻ കുടിച്ചിട്ട് സ്കൂളിൽ പോയാൽ ആർക്കും കയറ്റിയില്ല. മാഷെ കളറായിക്കോട്ടെ, എല്ലാം കളറായിക്കോട്ടെ 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 കളറായിക്കോട്ടെ. പുതിയ പുതിയ കൂടൊക്കെ തന്നില്ലേ? അപ്പൊ അതെല്ലാം പോട്ടെ. ഇപ്പൊ സ്കൂളിൽ പോകാണ്ട് ഇങ്ങോട്ട് വന്നതിന്റെ മനുഷ്യത്തേക്ക് ഞാൻ സ്കൂൾ പഠിപ്പൊക്കെ നിർത്തി വിട്ടിരിക്കല്ലേ. മാഷ് എന്നെ പഠിപ്പിച്ചിട്ട് ഒരേ കാട്ടും നല്ല കുട്ടിയാക്കണം. നല്ല കുട്ടിയാക്കണം. ഞാൻ ബുക്കെല്ലാം ബുക്കൊക്കെ ഉണ്ട്. ഓക്കെ, കൊടയുണ്ട്. കൊടയുണ്ട്. ആ കൊട നേരത്തെ വെച്ച് ചോറ്റം പാത്രമുണ്ട്. ഞാൻ ബൈക്കെന്ന് ചോറ് നിന്ന് ബൈക്കിട്ടുണ്ടോ. പിന്നെ ഇന്ന് രാവിലെ 2 ലക്ഷം പുട്ടു, പിന്നെ ഒരു പഴവും, പിന്നെ മുട്ട ഒന്നും തിന്നിക്കും. വേറെന്ത് തിന്നിക്കില്ല. വിശപ്പ് കുറവല്ലേ? ഇല്ല. അപ്പൊ ആയിക്കോട്ടെ, ഒരു കാര്യം സൽഗുണ. നീ ഒരു കാര്യം വേഗത്തില് മാറുന്നോടെ പിടിച്ചോ. ഞാനേ അനക്ക് ബുദ്ധി ജന്മനാല ബുദ്ധി കിട്ടിയിട്ടുണ്ടാവും ഒരുപാട്. ബുദ്ധിയുണ്ട്. അച്ഛപ്പോ പറയണ്ട് ബുദ്ധി. ഞാനൊരു അന്നൊരു ടെസ്റ്റ് ചെയ്യാൻ പോകും. കാരണം എന്താ പറഞ്ഞാല് ഞാനിപ്പോ 2 ചോദ്യങ്ങളോട് ചോദിക്കും എന്നോട്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഇനി പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നത്. ഉത്തരം ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അനക്ക് സ്കൂളിൽ ചിലപ്പോൾ പോകേണ്ടി വരികയുണ്ടായില്ല. സ്കൂളിൽ പോകേണ്ടി വരില്ല. ഞാൻ നേരത്തെ ഡോക്ടറാവും. നേരത്തെ ഡോക്ടർ ആയിട്ടില്ലെങ്കിലും ചില സംഗതിയൊക്കെ ഇനി ആയിട്ട് വരും. എഴുതിയെടുക്കണം. ഇത് ചില അല്ലാത്ത ചോദ്യങ്ങളാണ്. ബുദ്ധി വികസിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ഞാൻ ചോദിക്കാൻ പോകാം. 12 മക്കളെ പെറ്റൊരമ്മേ, അതിൽ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. ഇഞ്ഞല്ലടോ, അതൊരു കഥയാണ്. ആ കഥയിൽ 12 മക്കളെ പെറ്റപ്പം മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? ഈ 12 മക്കൾ പറ്റിക്കില്ല പെണ്ണുങ്ങളെ. 11 പെൺകുട്ടികളായിരിക്കും. മൂത്ത ചങ്ങായി ആണല്ലേ? എന്റെ മാഷ ഈ പൊന്നിനും സ്വർണത്തിനൊക്കെ ഇപ്പോ ഏത് ചങ്ങായി പൊന്നു സ്വർണ്ണൊക്കെ ഒന്നാണ്. എന്നാലും എന്റെ ബുദ്ധി ഭയങ്കര. അപ്പൊ അതിന് ജയിച്ച് സ്വർണത്തിന്റെ കൊടുക്കാൻ മാഷ. അത് പൊന്നിന്റേതാ. അപ്പോ ഒരു ചോദ്യം മഹാബലി എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാൻ പറ്റും? മഹാബലി എന്റെ അച്ചാച്ചൻ മരിച്ചാലോ ബലിയിട്ടിക്ക്. അങ്ങനെ ഒരാൾ മരിച്ചാല് നമ്മള് ബലിയല്ലിട്ട. അങ്ങനെ 100 ആള് മരിച്ചാല് ഇടുന്നേരോ അത് മഹാബലി. ഉത്തരം ഗംഭീരാണ്. എന്റെ ഭാവനയിലാണ്. ഈ സൂപ്പറാണ്. ഞാൻ